ഐക്യജനാധിപത്യ മുന്നണിയുടെ റിമോട്ട് കൺട്രോൾ 100% മലപ്പുറം ജില്ലയിലേക്കും പാണക്കാട്ടേക്കും തിരിയുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണനും തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ VS സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണെന്ന് നാട്ടിക NDA സ്ഥാനാർത്ഥി CC മുകുന്ദനും BJP ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും SDPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇരുമുന്നണിയിലേക്കും ചേക്കേറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സൂചിമുനയിൽ നിർത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനവും 6 മന്ത്രിസ്ഥാനവും നേടിയെടുക്കാനുള്ള തന്ത്രമാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായ കരുണാകരനെ പരസ്യമായി അവഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ നാട്ടികയിലും LDF UDF ഡീൽ പ്രകടമാണ്. CC മുകുന്ദന്റെ സന്തത സഹചാരിയായ അസർ മജീദിനെ ബോധപൂർവം അറസ്റ്റ് ചെയ്തതിലൂടെ CC മുകുന്ദനെ തളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജനാധിപത്യ ശക്തി ഉപയോഗിച്ച് ഇതിനെ നേരിടുമെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. തന്നെ തേജോവധം ചെയ്യുന്ന നടപടിയാണ് കഴിഞ്ഞ ദിവസം പരാതി നൽകാൻ പോയ അസർ മജീദിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായതെന്ന് CC മുകുന്ദൻ കുറ്റപ്പെടുത്തി. അന്തിക്കാട് സെന്ററിൽ വെച്ച് തന്നെ വീട്ടിൽ കയറി തല്ലുമെന്ന് പരസ്യമായി പ്രസംഗിച്ചവർക്കെതിരെ SC നിയമപ്രകാരം കേസ് കൊടുക്കുമെന്നും SC വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് CPIയിൽ നിന്ന് തനിക്ക് അവഗണന നേരിട്ടുവെന്നും മുകുന്ദൻ കുറ്റപ്പെടുത്തി. സുനിൽകുമാറിന്റെ സ്വത്തിനെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെന്നും അത് പുറത്തുവിടുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. TCV ന്യൂസ് തൃശൂർ.